അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഏഞ്ചൽ. എബി അങ്ങനെയുള്ള ക്യാരക്ടർ അല്ല, ഒരു സാധുവാ. പാവത്തം കുറച്ച് കൂടിപ്പോയെന്നേ ഉള്ളൂ. അതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് അത്രയ്ക്കറിയാവുന്ന പയ്യനാണ്. ഓക്കെ, ഏറ്റു. എന്തായാലും ഞാൻ അവനെ വിളിച്ചു ചോദിച്ചോളാം. ഓക്കെ. ആ എന്നാ ചെന്ന് കേറുന്നതിന് മുമ്പ് നിന്റെ ഒളിഞ്ഞോട്ട് നോക്കി അല്ലടാ. അയ്യോ അവള് ആ പെണ്ണ ഇപ്പൊ വിളിച്ചത് ഏഞ്ചല്. എന്റെ പൊന്നു ചായ വയലിന്റെ ഒച്ചയായിട്ട് ഞാൻ നോക്കി എന്നുള്ള സത്യ. എന്നെ കലക്കനായിട്ട് അവള് വയലും വായിക്കുന്നത്. നട്ടപ്പാരാക്കി പെണ്ണുങ്ങൾ താമസിക്കുന്ന മുറി ഒളിഞ്ഞു നോക്കിയാണോ വയൽ കേൾക്കുന്നത്? ദേ ഇനി ആ ഭാഗത്തേക്ക് നോക്കരുത്, മനസ്സിലായോ? ആ ഞാന് ആ ബാർ ഹോട്ടലിലെ മാനേജറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കുറച്ചു പോയിട്ട് നിന്റെ ആ ഗിറ്റാർ ഒന്ന് കൂട്ടി കേൾപ്പിക്ക്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം നടന്നു. ഇത് ഞാൻ കലക്കും. You're everything I thought you never were. Nothing like I thought I could have been. But still you live inside me. So tell me how is that? You're the only one I wish I could forget. The only one I love to not forgive. And though you break my heart, you're the only one. And though there are times. Sir, good name please. Jack. Nice. I'm Eddie. Hello. The times that you hurt me and put tears on my face. Even now while I hate you, it pains me to say. എന്നടാ കാളം വിട്ട് പോടാപ്പാ, വേറെ പണി മേടിക്കാൻ ഇറങ്ങിയേക്കണേണ്. ദാവ് പിള്ളേരാണ്. I know that I love you, but let me just say I don't want to love you in no kind of way. No, no. Hey, I don't want a broken heart. Stop the music. That's Henry. Dangerous. ആളെ മനസ്സിലായ? ആരാണ്? ഇവനാ റോസ്വില്ലയിൽ കയറി താമസമാക്കിയ മുതല്. ആ നോട്ടം കണ്ട. അവനവിടെങ്കിലും പറഞ്ഞോട്ടെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. മാറ്, ഒരിക്കൽ തോറ്റെടുത്ത പിന്നെ എപ്പോഴും നമ്മൾ തോൽക്കേണ്ടി വരും. വേണ്ട, ഇത് ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനല്ലാതെ വേറെ ഒരുത്തരെയും ഗേറ്റിനകത്തോട്ട് കയറ്റി വിടരുതെന്ന്. ഇറക്കി വിടറി അവൻ ആരായാലും പണി ഞാൻ തീർക്കും. ചെകുത്താൻ എന്റെ നെഞ്ചത്തെ കാണുന്നു. എല്ലാരും ഉണ്ടല്ലോ. ഒച്ച വെക്കാതെ നീ പോ. നീ പോടില്ല, ഒറ്റ ചവിട്ടിനില്ല. നീ അവനെ ഇറക്കി വിടറേ, ഞാനൊന്ന് കാണട്ടെ. നിനക്ക് എന്താ വേണ്ടേ? നിന്നെ വേണ്ട എനിക്ക്. എഞ്ചാടി പോരോ നീ? ഹെൻറി പ്ലീസ്, ഞങ്ങളുടെ ജൂട്സിനെ പോലെയല്ലേ നിന്നെ ഞങ്ങൾ സ്നേഹിച്ചത്. നന്ദി കാണിക്കണ്ട. ഇനി ഞങ്ങളെ ഇനി ഉപദ്രവിക്കരുത്. നന്ദി ആർക്കാണ് ചാവാം? ഈ മേഴ്സിയെ ഞാനൊന്ന് തൊട്ടൂന്നും പറഞ്ഞ് ഇവളുടെ തന്ത പീറ്റർ പട്ടിയെ തല്ലുന്ന പോലെ എന്നെ പഞ്ചിക്കിട്ടത് അറിയാവാ? ഒന്നോർത്തോ, ഈ റോസ് വില്ലയിൽ ഇനി ഒരു ആടൊരുത്തം കേറുന്നുണ്ടെങ്കിൽ അത് ഈ ഹെൻറി കഴിഞ്ഞിട്ട് മതി. നേരം വരും, ഞാൻ തിരിച്ചു വരും. ഓർത്തോ. എന്താടാ ഇവിടെ പറഞ്ഞിട്ട് പോടാ. ഇത് ഞങ്ങ കുടുംബക്കാര് തമ്മിലുള്ള പ്രശ്നമാ സാറേ, ഒന്നുമില്ല. സാറേ കളിപ്പിക്കല്ലേ. അനിയ, ഈ ഏരിയയിൽ നിന്റെ ആ പഴയ ഷോ ഇനി വേണ്ട. ഇവിടെ മുമ്പിരുന്ന SI നിന്റെ കൊച്ചു പിച്ചാത്തിക്ക് പിന്നീന്ന് ഉണ്ടാക്കിയ കഥ ഞാൻ കേട്ടു. നീ എന്റെ കൈക്കൊന്ന് വീണ നിന്റെ നട്ടല് ഞാൻ വെള്ളമാക്കും. പോയി എവിടെയെങ്കിലും ചായ നോക്ക്. പോടാ.
നിന്ന് മഞ്ഞു കൊള്ളണ്ട, പെങ്ങന്മാരകത്തോട് ചെല്ല്. ഇവിടെ എന്താ പ്രശ്നം? ഞാൻ ഇടപെടണോ? എന്റെ മാതാവേ, ചെറുതാ പിന്നെ വരുന്നുണ്ട്. എന്നാലും എന്റെ ഇച്ഛായ പുലിക്കൂട്ടിലേക്കാണല്ലോ എന്നെ കൊണ്ടുവന്നാക്കിയത്. ഇച്ചിരി നാറ്റം അടിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഈ കമ്പനിയിൽ എങ്ങാനും കിടന്നോളാം. എന്നിട്ട് ഹെൻറി നിന്നെ വല്ലതും ചെയ്തോ? പിന്നെ പുളിക്കും എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ. ഇന്നലെ തന്നെ അവന്റെ പുളിച്ചു വർത്താനം കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വന്നാ. പിന്നെ ഞാനങ്ങ് വിട്ടു. ആ, അത് നന്നായി. അല്ലെങ്കിൽ നിന്നെ അവൻ ചീഞ്ഞ മത്തി കുഴഞ്ഞതുപോലെ ആക്കിയേനെ. പണ്ട് റോസ്വില്ലയിലെ ബേക്കറിയിൽ ഹെൽപ്പർ പണിക്ക് വിളിച്ചു നിർത്തിയ ഒരു തെണ്ടി ചെറുക്കനായി ഹെൻറി. പിന്നെ അവിടെ അവൻ വളർന്നത്. ഒടുക്കം ആ മേഴ്സിയോട് അവൻ എന്തോ വൃത്തികേട് കാണിച്ചു. അന്ന് അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതാ. ഇപ്പൊ ഇവിടുത്തെ നമ്പർ 1 ഗുണ്ടയാ. ഓടേ തമ്പുരാനെ പോലും പോവാക്കില്ല. ഞാൻ നീ പേടിക്കണ്ടാ, അവൻ നിന്റെ മേക്കിട്ട് കയറില്ല. എന്നെ അറിയാം ഹെൻറിക്ക്, പറഞ്ഞാ മതി. ആ ആ പിന്നെ നീ ഇനി നടന്ന് കഷ്ടപ്പെടണ്ട. നിനക്ക് എന്റെ ബൈക്ക് വാങ്ങിച്ചു തരാൻ പോവാ. പുത്തന? അത്ര പുത്തനല്ല, എന്നാലും നല്ല കണ്ടീഷനാ. നിനക്ക് ഓടിക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ എന്നെ പഠിപ്പിച്ച പൗലസച്ചനാ. ചോദിച്ചു നോക്ക, പറപ്പിക്കും ഞാൻ. എന്റെ അല്ല പിന്നെ ആരാണെന്നാണ് വിചാരം? എടാ നമ്മുടെ റോസ്മില്ലേക്ക് താമസാക്കി മുതലാണ്. നമ്മുടെ മച്ചു ഞാൻ വീണതറിഞ്ഞിട്ട് സന്തോഷിക്കുകയാണല്ലേ. ശാപം കിട്ടൂട്ടോ. തന്നോട് ആരാ പറഞ്ഞ താഴേക്ക് വരാൻ? എത്ര മേളി പോയാലും സമ്മാനം വാങ്ങാൻ താഴെ വന്നേ പറ്റൂന്ന് പൗലോസച്ചൻ പറയാറുണ്ട്. അതെ, ഇച്ചിരി ചോറും കറിയും തരുമോ? ബൈക്കിൽ നിന്ന് വീണോണ്ട് തിന്നാൻ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. നല്ല വേദനയും നല്ല വിശപ്പ്. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, സോറി. കണ്ണി ചോര ഇല്ലാത്ത വർത്താനം പറയല്ലേ ഏഞ്ചലെ. എന്റെ കൈയും കാലും ഒന്നും ഉളുക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. മൂക്കിന് ഒരു കുഴപ്പമില്ല. ഇറച്ചിക്കറിയുടെ മണം എനിക്ക് കിട്ടിയില്ലോ. നന്നായി, തരാൻ മനസ്സില്ല. ചേച്ചി പോവാണല്ലോ. ഞാനിവിടെ പട്ടിണിടന്ന് മരിച്ചു പോയാൽ നാളെ നിങ്ങളെ പോലീസ് പിടിക്കും. ഇവക്കറിയാം ഏഞ്ചൽ എന്ന് പേരിട്ടെ. കഷ്ടാണ് ഏഞ്ചൽ, പാവം. വിശന്നിട്ടല്ലേ? വിശക്കട്ടെ. നിനക്ക് എന്താ കുട്ടിയോട് ഇത്ര ദേഷ്യം? ഓഹോ, ഒരുപാട് സിമ്പതി ഒന്നും കാണിക്കല്ലേ. ഒരവസരം വന്ന അവനും ആ സ്വഭാവം കാണിക്കും. ആണല്ലേ വർഗം. ഓരോ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് നാണം കെടുത്താൻ ചാൻസ് നോക്കിയിരിക്കുന്നവരാ നമുക്ക് ചുറ്റും. അത് മറക്കണ്ട. എത്രയും വേഗം അവൻ ഇവിടുന്ന് മാറാൻ പ്രാർത്ഥിക്കുക. അതുവരെ പച്ചവെള്ളം കൊടുക്കരുത് അവന്.